നിത്യോപയോഗ സാധനങ്ങളുടെ ഇതേപോലെയുള്ള ഒരു വിലവർദ്ധനവ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടുപോയാൽ അത് ഇടത് സർക്കാരിനെ ഏത് രീതിയിൽ ബാധിക്കും? തീർച്ചയായിട്ടും പ്രതികൂലമായിട്ടല്ലേ ബാധിക്കുള്ളൂ. തേങ്ങ ചേർത്തിട്ടുള്ള കറിയേ വീടുകൾ ഉണ്ടാക്കുന്നില്ല. സാധാരണക്കാരന് തേങ്ങ ഈ പൈസ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുമോ? ഫണ്ട് മുഴുവൻ വേറെ വഴിക്കല്ലേ പോകുന്നത്. ഫണ്ട് ഈ വകുപ്പുകൾക്കകത്ത് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കേരളത്തിൽ ഭയങ്കരമായിട്ട് വിലയിടിച്ചിട്ടുണ്ട് ഉള്ളിയുടെ. കാരണം BJPയുടെ പുനഃസംഘടന വന്നതിന് ശേഷം ഉള്ളിക്ക് തീരെ വില കുറഞ്ഞു. രാജൻഭായ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം പച്ചക്കറി കടയിൽ ചെന്നിട്ട് തേങ്ങ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് എനിക്ക് തേങ്ങയുടെ വില കിട്ടിയപ്പോഴാണ് നട്ടിങ്ങിപ്പോയത്. ഞാൻ 4 തേങ്ങ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 500 രൂപ എന്ന് പറയുന്നത് ഞാൻ കിടുങ്ങിപ്പോയി. അപ്പോൾ 1 കിലോ തേങ്ങയ്ക്ക് എന്താ വില എന്ന് വെച്ചപ്പോൾ 90 രൂപയാണ് വില. അതിശയപ്പെട്ടു പോയി. പക്ഷേ ഇതിൻ്റെ പ്രയോജനമൊന്നും നമ്മൾ തേങ്ങ കൊടുക്കാൻ പോകുന്ന സമയത്ത് കിട്ടത്തില്ല, കർഷകർക്ക് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. എന്താണ് ഈ തേങ്ങയുടെ രാഷ്ട്രീയം കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? തേങ്ങയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആ പ്രയോഗം നല്ല രസകരമായിട്ടുണ്ട്. സ്പീഡ് ഈ 4 തേങ്ങ മേടിച്ച ആൾക്കാരൊക്കെ ഇനി ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാരൻ പോയിട്ട് ഇപ്പം തേങ്ങ മുറിച്ച് കിട്ടുമെന്നായി നോക്കുന്നത്. കാരണം അല്ലെങ്കിൽ തേങ്ങ പൂള് കിട്ടിയാൽ മതി. തേങ്ങ ഇപ്പോൾ നമ്മൾ ചക്ക കല്ലിയായിട്ടൊക്കെ റോഡ് സൈഡിൽ വിൽക്കുന്ന കണ്ടിട്ടില്ല. അതേപോലെ തന്നെ തേങ്ങയുടെ ത്രാസ് വരെ ഇനി മാറ്റണം എന്നുള്ള അഭിപ്രായം. സ്വർണം പിന്നെ തൂക്കുന്നതിനുള്ള പ്രത്യേകതരം ത്രാസ് ഉണ്ടല്ലോ, അങ്ങനെ പൗണ്ടിലൊക്കെ തേങ്ങ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയ്ക്ക് എത്തുക. അത്രത്തോളം വില കുതിച്ചു വരികയാണ്. 4 തേങ്ങയൊക്കെ മേടിച്ച് വരുന്നവനെ കണ്ട ആൾക്കാർക്ക് അത്ഭുതമാണെന്നേ. അതാണ് സത്യം. അത് കാരണം ഇത് ക്രയശേഷി എന്ന് പറയുന്നത് വലിയൊരു പിന്നെ പർച്ചേസിങ് കപ്പാസിറ്റി വലിയ പ്രശ്നം അതിനകത്ത്. കാരണം 4 തേങ്ങ മേടിക്കാൻ ആരെ കൊണ്ട് പറ്റും എന്നുള്ളത് വലിയ ചോദ്യമാണ്. തേങ്ങയ്ക്ക് ഇനി മറ്റേ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവരേണ്ടി വരും. മറ്റേ ലോൺ എടുത്ത് തേങ്ങ എനിക്കൊന്ന് ബജാജ് ഫിന്നൊക്കെ EMI വ്യവസ്ഥയിലേക്ക് ആക്കിയിട്ടുണ്ട്. 10 തേങ്ങ ഒരുമിച്ച് മേടിച്ചു കഴിഞ്ഞാൽ അവർ ലോൺ കൊടുക്കും. അതിനുശേഷം നമ്മുടെ ഇപ്പോൾ TV, മിക്സി, ഫ്രിഡ്ജ് ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മറ്റേ ബജാജ് അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുണ്ടല്ലോ, ഇപ്പോൾ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ മന്ത്രി വ്യവസ്ഥയിൽ തിരിച്ചടച്ചാൽ മതി. വാഹനം മേടിക്കാൻ ലോൺ എന്ന് പറയുന്ന പോലെ തേങ്ങ മേടിക്കാൻ ലോൺ കൊടുക്കേണ്ടി വരും. തേങ്ങയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിൽ നിയന്ത്രിക്കുന്നത് കരിമ്പ, ഷുഗർ മിൽ ഫാക്ടറികളും ഒക്കെയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കുന്നത്. ശരത് പവാറിന്റെ ഏറ്റവും വലിയ സോഴ്സും അതാ. വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു കാലത്ത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് ഉള്ളിയുടെ വില കൂടിയപ്പോഴാണ്. ഡൽഹി സർക്കാർ വീഴാൻ കാരണം ഷീലാ ദീക്ഷിതിന്റെ സർക്കാർ താഴെ പോകാനുള്ള കാരണം ഉള്ളിയുടെ വില വർധനമാണ്. എന്നാണ്ട് 200 രൂപ 230 രൂപ എങ്ങാണ്ട് മറ്റേ ഉള്ളിക്ക് വില കയറി വന്നു. കാരണം അവർക്ക് ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇല്ലാതെ അവരെ കൊണ്ട് പറ്റത്തില്ല. ഉള്ളി, ഉരുളക്കിഴങ്ങ്, പരിപ്പ് ഈ സാധനമാണ് അവരെ ലൈഫ്. പക്ഷെ ഉള്ളി പിന്നെ കേരളത്തിൽ ഭയങ്കരമായിട്ട് വിലയിടിച്ചിട്ടുണ്ട് ഉള്ളിയുടെ. കാരണം ലുലുലൊക്കെ ഇപ്പോൾ ഉള്ളി ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കേട്ടെ. കാരണം BJPയുടെ പുനഃസംഘടന വന്നതിന് ശേഷം ഉള്ളിക്ക് തീരെ വില കുറഞ്ഞു. ഇപ്പോൾ ഉള്ളിക്ക് വിലയില്ലാതെ. അപ്പോൾ ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കട്ടെ. കാരണം ഇന്നലെ തുടങ്ങി ആ മനുഷ്യന് ഉറക്കമില്ലാണ്ട് നടക്കുകയാണ്. V മുരളീധരനും K സുരേന്ദ്രനും ഇനി എന്താണ് അവരുടെ രാഷ്ട്രീയ ഭാവി എന്ന് ഞാൻ സുരേന്ദ്രനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഉള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് പാവം സുരേന്ദ്രനെ പിടിച്ചിട്ട് BJPയുടെ പുനഃസംഘടന വന്നതിന് ശേഷം ഉള്ളിയുടെ വില ഇടിഞ്ഞു, ഉള്ളിക്ക് വിലയില്ലാതായി എന്ന് പറഞ്ഞുള്ളൂ. അപ്പം പിന്നെ തേങ്ങ എന്ന് പറയുമ്പം എനിക്ക് തെങ്ങുതോട്ടം ഉണ്ടായിരുന്നു. സമയത്ത് തേങ്ങയ്ക്ക് തീരെ വിലയില്ലാതായി. പിന്നെ സംഭരിക്കാനൊരു മാർഗ്ഗങ്ങളും ഇല്ല. സർക്കാർ രീതിയിൽ തേങ്ങ ഇടാൻ ആളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. തേങ്ങ ഇടാൻ പോകുന്നവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തോട്ടത്തിൽ വന്നിട്ട് കഴിഞ്ഞാൽ ഒരു തെങ്ങിന് 40 രൂപയെ കിട്ടുന്നത്. പിന്നെ അതും അധികം ആൾക്കാരില്ല. പഴയ പോലെ തൊഴിൽ മേഖലയിൽ അധികം ആൾക്കാരില്ല. വീഴുന്നത് എടുക്കാം എന്നുള്ള രീതിയിലായി. കാരണം തേങ്ങ ഇടാൻ ഇവന് കയറുന്നതിൻ്റെ കൂലി കൊടുക്കാനുള്ള തേങ്ങ പോലും കിട്ടാതായി. അത് മാത്രമല്ല, തെങ്ങ് കയറാൻ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനിപ്പോൾ ഇവിടെ വന്നിട്ട് 10 തെങ്ങ് കയറുന്നതിന് പകരം അവൻ ടൗണിൽ പോകാനാണ് താല്പര്യം. കാരണം മുറ്റത്ത് 1 തെങ്ങും 2 തെങ്ങും ഉള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം തേങ്ങ സമയത്തിന് ഇട്ടിട്ടില്ലെങ്കിൽ പിള്ളേർ കളിക്കുമ്പോൾ തലയിലോട്ട് വീഴും. അപ്പോൾ അതുകൊണ്ട് മുറ്റത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വണ്ടിയുടെ മുകളിലേക്ക് വീഴും. അപ്പോൾ അവർ തേങ്ങയും മടലും എല്ലാം വെട്ടി തെങ്ങ് അതാത് സമയത്ത് ക്ലീൻ ചെയ്യണം. അതിന് 100 രൂപ 200 രൂപ കൊടുക്കും ഒരു തെങ്ങ കയറി കഴിഞ്ഞാൽ തന്നെ. അത് ലാഭം നോക്കിയിട്ടല്ല, കാരണം അവരുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. തെങ്ങ് വെട്ടിക്കളയാനും തോന്നത്തില്ല അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇതിന് ഫലപ്രദമായ രീതികൾ നമ്മളെ സംസ്ഥാന സർക്കാർ അവലംബിക്കുന്നുള്ള. സിബി ഇന്ന് എവിടെ പോയിട്ടാണ് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഏത് ബ്രാൻഡും ശുദ്ധമല്ല. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം 450 രൂപയിലേക്ക് എത്തി. ആണ്. നമ്മളൊക്കെ പിന്നെ വെളിച്ചെണ്ണ മേടിക്കുന്ന സിബി അങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുന്നു. മില്ലിന്നായിരിക്കും നമ്മളെല്ലാം മേടിക്കുന്നത്. പ്രൊഡക്റ്റുകളെല്ലാം മാർക്കറ്റിൽ കിട്ടുന്ന അത്യാവശ്യം എല്ലാം മായം ചേർന്നിട്ടാണ് വരുന്നത്. പ്യൂർ വെളിച്ചെണ്ണയല്ല വരുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ ഇതേപോലെയുള്ള ഒരു വിലവർദ്ധനവ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടുപോയാൽ അത് ഇടത് സർക്കാരിനെ ഏത് രീതിയിൽ ബാധിക്കും? തീർച്ചയായിട്ടും പ്രതികൂലമായിട്ടല്ലേ ബാധിക്കുള്ളൂ. കാരണം ഇത് പിന്നെ CP 4 തേങ്ങ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവർ ഇപ്പോൾ തേങ്ങ ഇല്ലാതെ കറി വെക്കുന്നത്. തേങ്ങ ചേർത്തിട്ടുള്ള കറിയേ വീടുകൾ ഉണ്ടാക്കുന്നില്ല. സാധാരണക്കാരന് തേങ്ങ ഈ പൈസ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുമോ? പക്ഷെ മലയാളിയുടെ അടുക്കളയിൽ തേങ്ങ ഇല്ലാണ്ട് മുമ്പോട്ട് പോകും. ഇതേപോലെ വില കയറി പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? പക്ഷെ ഇതിനൊരു പ്രയോജനം കർഷകന് കിട്ടുന്നില്ലെന്നാ. അല്ല, ഇപ്പം പച്ചമുളക് ഇടാതെ വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പച്ചമുളകിന് വില കൂടിയാൽ പലതിനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല സാധനങ്ങളും. ഇപ്പോൾ തക്കാളി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഒരുപാടുണ്ട് പല സാധനത്തിനകത്തും. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. തേങ്ങയ്ക്ക് പകരം തേങ്ങ, ഉപ്പിനും സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പോൾ ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തേങ്ങയെ സംബന്ധിച്ചിടത്തോളം തേങ്ങയുടെ രാഷ്ട്രീയം എന്ന CP പറഞ്ഞ വാക്കാണ് അതിനകത്ത് കറക്റ്റ്. കാരണം തേങ്ങ
മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മലയാളിയുടെ ഭക്ഷണക്രമത്തിൽ, മലയാളിയുടെ അല്ല തമിഴ്നാട്ടുകാരൻ്റെ ഇവരൊക്കെ, കാരണം അവർക്ക് ചട്നിയും ഇതൊന്നും ഇല്ലാതെ അവർ നമ്മളെക്കാൾ തേങ്ങ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ സർക്കാർ അനുചിതമായ ഒരു ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ വില നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. അനുചിതമല്ല, ഉചിതമായ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ. ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ കേരളം എന്ന് പറഞ്ഞാൽ എന്താ? കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ നാടെന്നുള്ളതാണ്. ഇപ്പം കേരം തെങ്ങും കേരള നാട് എന്നാണ് നമ്മൾ പറയുന്നത്. കേരള നാട്ടിൽ ഇപ്പോൾ തെങ്ങില്ല. അന്ന് തെങ്ങ് കൃഷിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല. ഇവരെ എന്തെങ്കിലും ചെറിയ സബ്സിഡി എന്നൊക്കെ പറഞ്ഞിട്ട് ചില്ലറ കൊടുക്കും, അത് തൂമ്പ എടുത്ത് കളയ്ക്കാൻ പോലും തികയത്തില്ല പൈസ. അപ്പം ഈ പിന്നെ കേര കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടി എടുത്തു? നമ്മുടെ നെല്ലറയായിരുന്നു പാലക്കാടും പിന്നെ കുട്ടനാടും എന്നൊക്കെ പറഞ്ഞിട്ട് നെൽകൃഷി മുങ്ങിപ്പോകുന്നത് പോലെ ആന്ധ്രയിൽ നിന്ന് അരി വന്നില്ലെങ്കിൽ പട്ടിണി നടക്കും ഇവിടെ. ഇപ്പം ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ തേങ്ങ ഇങ്ങോട്ട് വരുന്നത്. പണ്ട് ആന്ധ്രയിലൊന്നും തെങ്ങ് കൃഷിയില്ലായിരുന്നു, ഇപ്പോൾ അവിടെയൊക്കെ വ്യാപകമായിട്ട് തെങ്ങ് കൃഷി തുടങ്ങിയിട്ടുണ്ട്. അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇറിഗേഷൻ കൃത്യമായിട്ട് നൽകാനുള്ള സംവിധാനങ്ങൾ കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. പച്ചക്കറി കൃഷിക്കാർക്കാവട്ടെ ബാക്കിയുള്ളവർക്കൊക്കെ ആവട്ടെ. കറിവേപ്പില വരെ പുറത്ത് നിന്ന് വരുന്നുണ്ട്. ഇപ്പം പിന്നെ ഈ ഹൈബ്രിഡ് സാധനങ്ങളാണ് മൊത്തം വരുന്നത്. പക്ഷേ അതിനൊന്നും പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പം ഒരു മേഖലയിൽ പശുപരിപാലനം നടത്തി കഴിഞ്ഞാൽ പോലും തീറ്റപ്പുല്ല് വരണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് വരണം. CO3 CO4 ഒക്കെ കൊണ്ടുവരുന്ന തീറ്റപ്പുല്ല് അവിടെ നിന്നുള്ള ഇത് കൊണ്ടിട്ട് ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. നമുക്കുണ്ട് കാർഷിക സർവകലാശാലയൊക്കെ, എന്താ അവന്മാർക്ക് പണിയെന്ന് എനിക്കറിയത്തില്ല. മണ്ണുത്തിയുണ്ട്, മറ്റേ വെള്ളായണിയുണ്ട്, അവിടെയുണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് ഈ കേരളത്തിലൊരു ചുക്കും നടക്കുന്നില്ല. ഒരു പുല്ലും ചെയ്യുന്നില്ല അവർ. ഈ കൃഷി വകുപ്പിനകത്ത് പിന്നെയും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു നമ്മളെ VS സുനിൽകുമാർ. ഇപ്പം പ്രസാദ് നല്ല മന്ത്രിയാണ്, ഫണ്ട് കൊടുക്കുന്നില്ല. ഫണ്ട് മുഴുവൻ വേറെ വഴിക്കല്ലേ പോകുന്നത്. ഫണ്ട് ഈ വകുപ്പുകൾക്കകത്ത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം വീണ ജോർജ് പോലും അല്ല ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്കകത്ത് ഉത്തരവാദി. ഫണ്ടില്ല, അതാണ് വിഷയം. PR വർക്കിന് കണ്ടമാനം പൈസയുണ്ട്. കേരളത്തിൻ്റെ പ്രകൃതി സംരക്ഷണത്തിനകത്ത് തെങ്ങിന് വലിയ പങ്കുണ്ട്. തെങ്ങ് വളർത്തിക്കഴിഞ്ഞാൽ തെങ്ങിൽ കുരുമുളക് കയറ്റി വരുന്ന പണ്ട്. ഇപ്പം പിന്നെ തെങ്ങ് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കുരുമുളകൊന്നും വളർത്തുന്നില്ല. തെങ്ങിന് ഇടവിളകളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. റബ്ബർ പോലെയല്ല, മണ്ണിനെ നാശമാക്കുന്നുമില്ല. തെങ്ങ് കൃഷിയെ പ്രൊമോട്ട് ചെയ്യുകയാണ് വേണ്ടത്. തെങ്ങ് കൃഷിയെ പ്രൊമോട്ട് ചെയ്യുകയും സർക്കാർ അടുത്ത തലമുറയെ മുമ്പ് കണ്ടിട്ട്, കാരണം നമ്മളെ പ്രകൃതി സംരക്ഷണത്തിനകത്തും വലിയ പങ്ക് വഹിക്കുന്നതാണ്. മണ്ണ് സംരക്ഷണത്തിനകത്ത് മണ്ണൊലിപ്പ് കളയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നൊരു പിന്നെ വൃക്ഷമാണ് തെങ്ങെന്ന് പറഞ്ഞാൽ. മറ്റു പലതിനെയും പോലെയല്ല. അപ്പോൾ റബ്ബറൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണങ്ങ് ഒലിച്ചു പോകും, ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇത് കടപൊടിക്ക് വീഴും. അതേസമയം തെങ്ങിൻ്റെ വേരെന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നിടത്ത് കോൺക്രീറ്റ് ചെയ്ത പോലെ ആ മണ്ണിനെ ഉറപ്പിച്ച് നിർത്തും. തെങ്ങ് അങ്ങനെയെങ്കിലൊന്നും മറിയത്തില്ലല്ലോ. അപ്പം അത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ കൂടെ ഭാഗത്തോട് കൂടിയിട്ട് തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും തേങ്ങയ്ക്ക് വില കുറയുന്ന സമയത്ത് കർഷകരെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഇതിന് താങ്ങുവില പ്രഖ്യാപിക്കണം. ഞാൻ പറഞ്ഞു 20 രൂപയ്ക്ക് 22 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്ന ഗതികേട് എനിക്കുണ്ട്. ഇത് പൊതിക്കുന്നതിൻ്റെയും ഇടുന്നതിൻ്റെയും ചിലവ് പോലും കിട്ടുന്നില്ല. വെറുതെ നമ്മൾ നാട് നന്നാക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് ആൾക്കാർ എത്തുമ്പം ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഈ ചാഞ്ചാട്ടം ഇല്ലാതെ സ്റ്റേബിളാക്കി നിർത്തുക എന്നുള്ളതാണ്. ഒരു പരിധിക്കപ്പുറം വില കൂടാതിരിക്കാൻ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വില കുറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല വില കൊടുത്തിട്ട്, ആ സമയത്ത് ഇപ്പം വളമിടത്തില്ല, അവൻ കൃഷി നോക്കത്തില്ല, അപ്പോൾ വിലയില്ല. ആ സമയത്ത് ഇവർക്ക് വേണ്ട സബ്സിഡിയൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് പരമാവധി വിളവുണ്ടാക്കിക്കുക. എന്നിട്ട് ഈ തേങ്ങയും കൊപ്രയൊക്കെ ഗവൺമെൻറ് ശേഖരിക്കുക, നല്ല വില തന്നെ കൊടുത്തിട്ട് ശേഖരിക്കുക. നല്ല വില കൊടുത്തിട്ട് അവന് ഒരു താങ്ങുവില പോലെ പ്രഖ്യാപിച്ചിട്ട് വില കുറയുന്ന സമയത്ത് പിന്നെ മാർക്കറ്റിനെ സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടി ഇത് ശേഖരിച്ച് വെക്കുക. ഈ കരുതൽ ശേഖരം വില കൂടുന്ന സമയത്ത് മാർക്കറ്റിലേക്ക് ഇറക്കുക. ഗവൺമെൻറ് തന്നെ സ്വന്തമായിട്ട് മില്ല് തുടങ്ങണം. അതിന് സ്വന്തമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങണം. ഇവിടെ കെ റെയിലും കെ ഫോണും മറ്റും ഒക്കെ ഉണ്ടാവുന്ന പോലെ എന്തുകൊണ്ട് കെ ഓയിലായിക്കൂടാ? വില കൂടുന്ന സമയത്ത് ഈ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കണം. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ വില പിടിച്ചു നിർത്താൻ പറ്റും. അമിതമായി വില കൂടിയ സാധാരണക്കാരൻ്റെ അങ്ങനെയുള്ള ഇടപെടലുകളൊന്നും നടത്താനായിട്ട് സർക്കാർ തയ്യാറല്ലല്ലോ. അതിന് വിഷൻ വേണം, അതാണ് രസം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പിന്നെ അമിതമായി വില കൂടുന്ന സമയത്ത് സാധാരണക്കാരന് ക്രയശേഷിക്ക് ഒതുങ്ങുന്ന രീതിയിൽ, അവൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റിക്ക് ഒതുങ്ങുന്ന രീതിയിൽ വില കുറച്ച് കൊടുക്കാനുള്ള സംവിധാനം. എന്നാൽ തീരെ വില കുറയുന്ന സമയത്ത് ഇതിൻ്റെ കർഷകന് സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവനൊരു മര്യാദ വില കിട്ടുന്നുള്ള സംവിധാനം. ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയേറ്റർ റോളിൽ കച്ചവടക്കാരെ പൈസ ഉണ്ടാക്കാനുള്ള സംവിധാനം എന്നുള്ളത് മാറ്റി ഗവൺമെൻറ് അതിനകത്ത് ഒരു പിന്നെ ദീർഘവീക്ഷണത്തോടു കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ല എങ്കിൽ 2026 ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുന്നത് പ്രതിപക്ഷമായിരിക്കില്ല, മറിച്ച് തേങ്ങയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, അത് മാത്രമല്ല, ചിലപ്പോൾ അൻവറും അങ്ങനെയുള്ള ടീമും ഒക്കെ തേങ്ങാ ചിഹ്നത്തിൽ മത്സരിക്കും ചിലപ്പോൾ. അതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല.